കൂടിയത് കൊണ്ട് ഒരു വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് കൂടുതൽ കാശ് മേടിക്കുന്നത് നല്ലതല്ല. ശരി, അടുത്ത പോയിന്റ് പറഞ്ഞു. ശരി, വെറുതെ വന്ന ആക്ഷേപവും നാവഴ ഉളുക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്നതിന് എല്ലാത്തിനും വിളിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാരമായി എന്നുള്ളത് അവർക്ക് കൊടുത്ത സമയം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അതിനിടെ തർക്കിക്കണ്ട. കൺസ്യൂമർ മറ്റൊന്ന് ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസ്യൂമർ ഫ്രണ്ട്ലി ആശയങ്ങൾ നടപ്പിലാക്കിയ ഒരു സ്ഥാപനമാണ് KSEB. കൂടുതൽ യൂണിറ്റ് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് കൂടുതൽ ബില്ല് മേടിക്കാൻ ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് പൊതുജന വെക്കണം, അത് വെക്കണം. നിങ്ങൾ ഇതിന് നിയമവും അതിന് ചില റെഗുലേഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കി കൊടുക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യണം. ഇതൊരു കൊള്ള സംഘമായിട്ട് മാറരുത് എന്നാണ് ദയവായിട്ട് പറയാനുള്ളത്. പഠിക്കുന്ന കുട്ടിക്ക് ഫീസ് മാസം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ പൈസ വാങ്ങുന്ന അല്ല, പൈസ അല്ല, ഞാൻ അതാ സാറേ വരുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസിനകത്ത് തന്നെ ഇപ്പോൾ പല സ്കൂളുകളിൽ ഇപ്പം ഇത് ആൻറ്റി സ്ക്വാഡിൻ്റെ ഇൻസ്പെക്ഷൻ നടക്കുക. എന്നിട്ട് കണക്റ്റഡ് ലോഡ് 25-14 മനസ്സിലായി. നിങ്ങളുടെ ലോഡ് ഒരിക്കലും ഒരുമിച്ച് ഉപയോഗിക്കുന്നില്ല. അതെ, അപ്പോൾ അതൊരു കൺസിഡർ ചെയ്തിട്ട് ഫിക്സഡ് ചാർജിനകത്ത് മാറ്റം വരണം. അതോടൊപ്പം തന്നെ മുമ്പേ ഇത് നൗഷാദ് ഇത് രാവിലെ പ്രഭാകർ സാറിൻ്റെ ഒരു ഇതിനകത്ത് പറഞ്ഞു നമുക്ക് ഡെഫിസിറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് ഇത്. അല്ല, ഞാൻ അതിലോട്ട് വരാം സാർ. ഒറ്റ ഒരു കാര്യം പറഞ്ഞ് നിർത്തിക്കോളാം. ഇന്നിപ്പോൾ ഈ സോളാറിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നൗഷാദ് സാറ് പറഞ്ഞ പോലെ നമ്മൾ കൈകോർത്ത് നിൽക്കാം. ഞങ്ങൾക്ക് സാറ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്, നമുക്ക് ഡേ ടൈമിൽ 2-3 മണിക്കൂർ യൂസേജ് ഉള്ളൂ. നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഞങ്ങളൂടെ സഹകരിച്ചുകൊണ്ട് നമുക്ക് ജോയിൻ്റായിട്ട് ബാക്കപ്പ് ഉള്ള, അതായത് ഡേ ടൈമിൽ മാത്രം കൊടുത്താൽ റേറ്റ് കുറവാണെന്ന് പറഞ്ഞു. നമുക്ക് സ്റ്റോറേജും കൂടെ കൂട്ടിയുള്ള പ്രൊജക്റ്റിന് സൊസൈറ്റി സഹകരിച്ചുകൊണ്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് പൈസ തരണ്ട. ഞാനിതെൻ്റെ പേഴ്സണൽ ഇതാണ്. നമുക്ക് സംസാരിക്കാം. സ്കൈവോർത്ത് നിന്നിട്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഈ നഷ്ടത്തിൽ പ്രൊഡക്ഷനകത്ത് ഒറ്റ 3000-ഓളം സ്കൂളുകളുണ്ട് കേരളത്തിൽ. നമുക്ക് ഇത്രയും സോളാർ പാനലുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കപ്പ് ഡേ ടൈമിൽ മാത്രമല്ല ബാക്കപ്പും കൂടെ കൂടി അതിൻ്റെ മെയിൻ്റനൻസും സ്കൂളുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നമുക്കൊരു നല്ലൊരു പ്രൊഡക്ഷൻ ഇലക്ട്രിസിറ്റി 3000 സ്കൂളുകളുണ്ട്. 3000 സ്കൂളുകൾ. ചെറിയ ചോദ്യം, ഒരു 500 കിലോ വാട്ടിൻ്റെ വീതം സോളാർ നിങ്ങൾ വെച്ച് 2 മണിക്കൂർ ബാറ്ററി സ്റ്റോറേജും കൂടെ വെച്ചാൽ എത്രയോ കറണ്ട് ഇവിടെ അല്ല, അത് വേസ്റ്റായിട്ട് പോയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പകൽ മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അല്ല, അത് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തിട്ട് KSEBക്ക് കൊടുക്കാം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് അതൊരു കാര്യം ചെയ്യാം. മറ്റേ നൗഷാദ് സാറുമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞത് നമുക്ക് കൈവരിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഒരു നിങ്ങൾക്ക് KSEB പുറത്തുനിന്ന് വാങ്ങുന്ന പൈസയുടെ തൊട്ടടുത്തുള്ള പൈസ നിങ്ങൾക്ക് തന്നോളൂ. അതെ, അത് ഞാൻ സഹകരിക്കാം. നമുക്ക് സംഘടനയുടെ ഭാഗത്ത് നമ്മുടെ ഒരു പ്രസ്ഥാനം, കേരളത്തിലെ ഒരു പ്രസ്ഥാനം അന്യം നിന്ന് പോകരുതെന്നുള്ള കുറയ്ക്കണമെന്നാണ്, കാറ്റഗറി മാറ്റണമെന്നാണ്. കാറ്റഗറി 6F 6A 6Aയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ല. കാരണം മതപരമല്ലാത്ത മതവിദ്യാഭ്യാസത്തിനും മതസ്ഥാപനങ്ങളിലും നിങ്ങളുടെ അല്ലാത്ത എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് ഹോസ്റ്റൽസ് ഉള്ള സ്കൂളുകളെ കാറ്റഗറീസ് മാറ്റി കൊടുക്കണം. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതില്ലാത്ത സ്കൂളുകൾ ഹോസ്റ്റൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി കുട്ടികളുടെ താമസ ഭക്ഷണത്തിൻ്റെ ചിലവല്ലേ കിട്ടുന്നുള്ളൂ, അല്ല റവന്യൂ ഉണ്ടോ വേറെ? സാറേ, ഇതിനകത്ത് വേറെ രസം വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സ്കൂളുകൾക്ക് ഈ സാറ് പറഞ്ഞ പോലെയുള്ള ഹൈ ഫീസ് മേടിക്കുന്നത് 20% സ്കൂൾസേ ഉള്ളൂ. അവരെല്ലാവരും LT കണക്ഷനുള്ളവരല്ല, അവർ HT കണക്ഷനുള്ളവരാണ്. അവരെ മേടിച്ചു. ഈ LT കണക്ഷനുള്ളവരെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ചും റോ മെറ്റീരിയൽ ഷോർട്ടേജാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും വൈദ്യുതി ചാർജ് കൂടുക എന്ന് പറയുമ്പോൾ അത് വൈദ്യുതി ചാർജ് കൂടുതലായതുകൊണ്ടല്ല വിട്ടുപോയത്, റോ മെറ്റീരിയലിൽ ഷോർട്ടേജ്. അതെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇനി ഒരു അഗ്രികൾച്ചർ താരിഫിലേക്കോ മറ്റോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് സ്പെഷ്യൽ കാറ്റഗറിയിലേക്കോ മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ റിലീഫ് കിട്ടും. തീർച്ചയായിട്ടും മത്സ്യ തൊഴിലാളി മേഖലയിലേക്ക് അത് വലിയൊരു സപ്പോർട്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ എറണാകുളത്ത് വിശദമായിട്ട് തന്നായിരുന്നു, നിവേദനം തന്നു. അടുത്ത ആളെ വിളിച്ചോ. ൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാരമായി എന്നുള്ളത് അവർക്ക് കൊടുത്ത സമയം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അതിനിടെ തർക്കിക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് ഒന്ന് പ്രിസൈസ് ചെയ്ത് മുഴുവൻ ഒത്തിരി വിശദീകരിക്കണ്ട. കാര്യം മനസ്സിലായി, ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ. കണക്റ്റഡ് ലോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ചാർജ് അത് ഒഴിവാക്കണമെന്നും അതിനുപരിയായി
റെക്കോർഡഡ് മാക്സിമം ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയുള്ള ഫിക്സഡ് ചാർജ് നിർണ്ണയമാണ് നടത്തേണ്ടതെന്നുമാണ് നിർദ്ദേശിക്കാനുള്ളത്. തൽക്കാലം അത് മന്ത്ലി ബിൽഡ് കൺസ്യൂമേഴ്സിലേക്ക് മാത്രം ഒതുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായവും അറിയിക്കുന്നു. മറ്റൊന്ന് TOD താരിഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. LT കൺസ്യൂമേഴ്സ് മന്ത്ലി കൺസംഷൻ 250 യൂണിറ്റിൽ കൂടുതലുള്ള എല്ലാ LT ഉപഭോക്താക്കൾക്കും LT TOD താരിഫ് പ്രപ്പോസലാണ് വച്ചിട്ടുള്ളത്. അതിൽ വച്ചിരിക്കുന്ന പ്രപ്പോസലിൽ LT4, LT1 എന്നീ വിഭാഗങ്ങൾക്കുള്ള താരിഫിലാണ് വ്യതിയാനം പറഞ്ഞിട്ടുള്ളത്. അതിൽ സംഘടനയ്ക്ക് നിർദ്ദേശിക്കാനുള്ളത് LT4-ൽ ഓഫ് പീക്ക് പീരീഡിൽ 10 തൊട്ട് 6 വരെയുള്ള സമയത്ത് 100% എന്നാണ് താരിഫിൻ്റെ 100% പറഞ്ഞിരിക്കുന്നത്, 90 എന്നാക്കണം എന്നുള്ള നിർദ്ദേശമാണ് വയ്ക്കാനുള്ളത്. പ്രൊസ്യൂമേഴ്സിനുള്ള TOD താരിഫ് അത് ഇവിടെ ഈ പെറ്റീഷനിൽ ഇറലവൻ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. റെയിൽവേ ട്രാക്ഷൻ സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശമാണ്. 2 ഫേസ് കണക്ഷനാണ് നിലവിൽ റെയിൽവേക്ക് നൽകുന്നത്. ഇത് നമ്മളുടെ സിസ്റ്റത്തിൽ വളരെയധികം ഇൻബാലൻസ് ഉണ്ടാക്കുകയും ഓവർലോഡിങ് ലൈനുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും ഓവർലോഡിങ് ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ചാർജ് FC-യും അതുപോലെ EC-യും അല്പം വർദ്ധിപ്പിക്കുകയും ബാലൻസ് സപ്ലൈക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് വയ്ക്കാനുള്ളത്. താരിഫ് റീ കാറ്റഗറൈസേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹോസ്റ്റലുകൾക്ക് നിലവിലുള്ള താരിഫ് തന്നെ തുടരണമെന്നും അതുപോലെ സർക്കസിനും അതിനും നിലവിലുള്ള താരിഫിൽ തന്നെ തുടരണമെന്നുമുള്ള നിർദ്ദേശമാണ് വയ്ക്കുന്നത്. ഹൗസ് ബോട്ട് ചാർജിങ് ഇപ്പോൾ നിലവിൽ LT7 ആണ്. അതിനെ റീകാറ്റഗറൈസ് ചെയ്ത് LT10 ആക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അത് കമ്മീഷനും അംഗീകരിച്ചതാണ്. പക്ഷേ താരിഫിൽ വന്നിട്ടില്ല. അതും പരിഗണിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. കൺസ്യൂമർ മറ്റൊന്ന് ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസ്യൂമർ ഫ്രണ്ട്ലി ആശയങ്ങൾ നടപ്പിലാക്കിയ ഒരു സ്ഥാപനമാണ് KSEB. ഓൺലൈൻ പേയ്മെൻറ്റ്, അതുപോലെ വൈദ്യുത തടസ്സങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനുള്ള സന്ദേശങ്ങൾ, സർവീസ് ഡോർ സ്റ്റെപ്പ് മുതലായവയെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ കൺസ്യൂമേഴ്സിൻ്റെ ഗ്രിവൻസ് പലപ്പോഴും അവർക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ഗ്രിവൻസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അവരെ കേൾക്കുന്നതിനും അവർക്കുള്ള പരാതികൾക്ക് പരിഹാരം നൽകുന്നതിനും കോൺക്ലേവുകളും അദാലത്തുകൾ പോലുള്ളവയും സംഘടിപ്പിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ അസോസിയേഷനുകൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്നതിനും KSEB ഓഫീസേഴ്സ് അസോസിയേഷനും തയ്യാറാണ് എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ 24/7 ഹെൽപ്പ് ലൈൻ സംവിധാനം ഉണ്ടാകുക, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്ന കാര്യങ്ങൾ കൂടെയാണ് സൂചിപ്പിക്കാനുള്ളത്. നല്ലൊരു ഫീഡ്ബാക്ക് മെക്കാനിസവും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സാറേ, ഒരു സ്ലാബിൻ്റെ സിസ്റ്റം നമ്മൾ താരിഫിൽ കാണുന്നുണ്ട്. അതായത് 50 യൂണിറ്റിന് ഒരു റേറ്റ്, ഓരോ 50 യൂണിറ്റ് കഴിയും തോറും ഓരോരോ റേറ്റ് മാറിക്കൊണ്ട് വരുന്നു. ഇച്ചിരി നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യത്തെ 50 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരുന്ന റേറ്റ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ലാബിലോട്ട് പോകുന്ന രൂപം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല. 200 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഈ 50, 100, 150 ഇതിലൊന്നും തൊടാത്ത രൂപത്തിൽ 200 നേരിട്ട് പിടിക്കും. അങ്ങനെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീമമായ തുക നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതിലൊരു ഉദാഹരണം, സാധാരണ അംഗസംഖ്യ കുറഞ്ഞ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചാണ് വീട്ടിൽ 2-3 അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവരുടെ കൺസംഷൻ വളരെ കുറഞ്ഞിരിക്കും. ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന അമ്മയും അച്ഛനും അവരുടെ മാതാപിതാക്കളും കുട്ടികളും എല്ലാം കൂടെ ഒരു 10 അംഗങ്ങളുള്ള പ്രായമായ ആളുകളും കുഞ്ഞുങ്ങളും ഉള്ളൊരു 10 അംഗങ്ങളുള്ളൊരു കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ കൺസംഷൻ വളരെയേറെ കൂടിയിരിക്കും. അവരിതിൻ്റെ കാരണം ആൾ കൂടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. പക്ഷേ ഇത് ആ അംഗസംഖ്യ കൂടിയത് കൊണ്ട് ഇവർ കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നു. കുറഞ്ഞ കുടുംബമാണെങ്കിൽ, അംഗസംഖ്യ കുറഞ്ഞ കുടുംബമാണെങ്കിൽ അവരുടെ ഉപയോഗം കുറഞ്ഞിരിക്കും. അംഗങ്ങൾ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ശിക്ഷ എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടി വരുന്നത്.
കാരണം അംഗസംഖ്യ പിരിഞ്ഞു പോയി താമസിക്കാൻ പറ്റുന്ന സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൂട്ടുകുടുംബത്തിൻ്റെ പഴയ രീതി മാറിയെങ്കിൽ തന്നെയും കുറേ ആൾ, ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി ഈ ഒന്നുകിൽ ഈ പറയുന്ന ആദ്യത്തെ സ്ലാബുകൾ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് കറണ്ട് ഡിവൈഡ് ചെയ്ത് ആദ്യത്തെ 50 കഴിയുമ്പോഴത്തേക്ക് ആ റേറ്റ്, അടുത്ത് കഴിഞ്ഞിട്ടുള്ള 100 യൂണിറ്റിലാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഈ രൂപത്തിൽ സ്വീകരിച്ചാൽ കുറേ ബാലൻസിങ് കിട്ടും. അതല്ലെങ്കിൽ മൊത്തം ഉപയോഗിക്കുന്ന റേറ്റിന് നമുക്ക് ഒരു റേറ്റ് നിശ്ചയിക്കാം. ഉദാഹരണത്തിന് ഒരു 3 ആളുകൾ കയറി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി, അവർ കഴിക്കുന്ന ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണെങ്കിൽ സാധാരണ ഒരു 5 പേര് കയറി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അതേ സാധനം തന്നെയാണ് 5 പേര് കഴിച്ചാലും ശരി 2 പേരെടുത്തു നിന്ന് ഒരേ റേറ്റേ മേടിക്കാനൊക്കത്തുള്ളൂ. 3 പേരെടുത്തുനിന്ന് ഒരു 60 രൂപ റേറ്റിലുള്ള ഭക്ഷണം 3, 18, 150 രൂപ അവിടെ നിന്ന് വാങ്ങുമ്പോൾ 5 പേര് കയറുമ്പോഴത്തേക്ക് 530 മേടിക്കാൻ കഴിയത്തുള്ളൂ, 300 രൂപ. നിങ്ങൾ കൂടുതൽ യൂണിറ്റ് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് കൂടുതൽ ബില്ല് മേടിക്കാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു രൂപം എന്ന് പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്ന 2 വീലറും ഇവിടെ പലരും ഉപയോഗിക്കുന്ന 4 വീലർ, അതിൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള വാഹനങ്ങളും പെട്രോൾ പമ്പിൽ പോയിട്ട് ഞാനടിക്കുന്ന പെട്രോളിൻ്റെ വിലയും അവരടിക്കുന്ന പെട്രോളിൻ്റെ വിലയും ഒന്ന് തന്നെയാണ്. അവർ 10 ലിറ്ററോ 15 ലിറ്ററോ ആ വണ്ടിയിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ 2 ലിറ്റർ എണ്ണ വാങ്ങുമ്പോഴത്തേക്ക് ഞാൻ അടയ്ക്കേണ്ടി വരുന്ന അതേ റേറ്റ് മാത്രമേ അവരും അടയ്ക്കുന്നുള്ളൂ. അവർ കൂടുതൽ എണ്ണ വാങ്ങുന്നതുകൊണ്ട് അവർ കൂടുതൽ പൈസ അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു രൂപത്തിലുള്ള പ്രൈസ് നിശ്ചയിക്കുക എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങസംഖ്യ കൂടിയത് കൊണ്ട് ഒരു വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് കൂടുതൽ കാശ് മേടിക്കുന്നത് നല്ലതല്ല. ശരി, അടുത്ത പോയിന്റ് പറഞ്ഞോളൂ. ആ കാര്യം കുറച്ച് സമയത്ത് ശരി, അടുത്ത കാര്യം പറയും. അത് പോയിട്ട് സാറേ, ഈ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് മീറ്റർ സാധാരണ ജനങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന റീഡിംഗ് അല്ല അതിനകത്തുള്ളത്. പണ്ടാണെങ്കിൽ നമുക്കറിയാം ഇന്നത് ഇത്ര യൂണിറ്റ് അതിനകത്ത് റീഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ഇത്രയാണ്, അധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഒരുപാട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതാണ് അതിൻ്റെ റീഡിങ് വെച്ചിരിക്കുന്നത്. പിന്നൊന്ന് ഇപ്പോൾ ഈ കൊടുക്കുന്ന ബില്ല് അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് സൂക്ഷിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കി കൊടുക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യണം. ഇതൊരു കൊള്ള സംഘമായിട്ട് മാറരുത് എന്നാണ് ദയവായിട്ട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശമ്പളവുമായിട്ട് എന്ത് പൊരുത്തമാണുള്ളത്? അത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ? ഇതെല്ലാം ജനങ്ങളുടെ പൈസയല്ലേ? അപ്പോൾ അർഹതപ്പെട്ട ശമ്പളം അവർക്ക് കൊടുക്കണം, പെൻഷനും കൊടുക്കണം. അതിൽ ഒരു പൈസ പോലും കൂടാൻ പാടില്ല. അതിൽ ഞങ്ങൾ ജാഗരൂകരായി ശ്രദ്ധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ജനമുന്നേറ്റമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഈ അദാലത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി മേലിലും നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. ഇതിനകത്ത് ഞങ്ങൾ വൈദ്യുതി ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ റെഗുലേറ്ററി ബോർഡിനെയാണ് ഞങ്ങൾ കുറ്റപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടത് നിങ്ങളാണ്. ഇത് ഈ കണക്കുകളെല്ലാം ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ് നടന്നിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ KCB സമർപ്പിച്ച കണക്കുകൾ റെഗുലേറ്ററി ബോർഡിൻ്റെ അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നടത്തിയതിന് ശേഷം മാത്രമേ ഇത് സ്വീകരിക്കാവുന്നതാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ഈ കണക്കുകളൊന്നും തന്നെ സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്? അപ്പോൾ തീർച്ചയായും മനുഷ്യനെ കേൾക്കാൻ മാത്രം മനസ്സ് കാണിച്ചാൽ പോരാ, ഇതിൻ്റെ പിറകിലുള്ള അന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പാരിസ്ഥിതികവാദികൾ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം പുറകിലിരുന്നവരെല്ലാവരും കൂടി അല്ല, ഞാൻ ഏറ്റവും അടുത്തിരുന്ന് കേട്ട് മനസ്സിലാക്കിയ വ്യക്തി ആയതുകൊണ്ടാണ് അക്കംപുള്ളിയിട്ട് അടിവരയിട്ട് ആഴത്തിൽ ആത്മാർത്ഥമായി എനിക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ജനങ്ങളുടെ മേൽ അമിതമായ ചാർജ് ഏൽപ്പിക്കാതെ വസ്തുത മനസ്സിലാക്കുവാൻ കൂടി റെഗുലേഷൻ കമ്മീഷൻ താല്പര്യം കാണിക്കണം എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി കാലമായിട്ട് ഈ കമ്മീഷൻ്റെ മീറ്റിങ്ങിൽ വരുന്ന ഒരു നിമിഷത്തോടെ നിന്നിട്ട് വയ്ക്കുമോ? ഒത്തിരി വന്ന് കണ്ടു കേട്ടു പങ്കെടുത്ത ആളാണല്ലോ. മുൻകാലങ്ങളിൽ എങ്ങനെ നടന്നെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മുൻകാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു. അതിന് ഞാൻ പ്രത്യേകം അംഗീകരിക്കുന്നു സാർ. ഒരു പോയിന്റ് മനസ്സിലാക്കുന്നത്, ഒരു പോയിന്റ് കൂടി സാർ. പൊതുജന തെളിവെടുപ്പുകളിൽ പരമാവധി സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്നവരുടെ സംഘടനയെ മാറ്റി നിങ്ങൾ തെളിവെടുപ്പ് നടത്തുക. നിങ്ങളിപ്പോഴും ഞാൻ പറഞ്ഞത്
ഈ അക്ഷരം ഒന്ന് വായിക്കണം. തീർച്ചയായും സാർ, എന്തിനാണ് പാവങ്ങളായ ഞങ്ങളെ ഈ ഇരുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് വഴക്കൊണ്ട് കേൾപ്പിച്ചതാരാണ്? ഒരു നിമിഷം. പൊതു തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ പൊതു തെളിവെടുപ്പ് എന്നാണ് പറഞ്ഞത്. പൊതുജന തെളിവെടുപ്പ്. പൊതുജന വെക്കണം, അത് വെക്കണം. നിങ്ങൾ ഇതിന് നിയമവും അതിന് ചില റെഗുലേഷൻസ് ഉണ്ട്. പൊതു തെളിവെടുപ്പിൽ സംഘടനകൾക്കും നിങ്ങളെപ്പോലുള്ള തന്നെയുള്ള റൈറ്റ് ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരസിക്കുന്നു. ഓക്കെ, ഒപ്പോസ് ഞാൻ പറഞ്ഞു സാർ. നേരത്തെ റിട്ടയർ അല്ല, സാറ് പറഞ്ഞതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും താരിഫ് റേറ്റ് എഴുതി കാണിച്ചു. ശുദ്ധ കള്ളം എന്ന് പറയാൻ ഞാൻ തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. സാറിന് നടപടിയെടുക്കാൻ കഴിയുമോ? ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്ന സംസ്ഥാനം കേരളമാണ്. ആരോപണം തെളിവ് ഇപ്പോഴല്ലേ വന്നോളൂ, തെളിവ് വന്നോളാം. തെളിവെടുപ്പിനാണ് വിളിച്ചത്. ഓക്കെ സാർ, ഞങ്ങളൊരു പേപ്പർ തന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രേഖാമൂലം കത്ത് ഞങ്ങൾക്ക് പോസ്റ്റിൽ വരാൻ സാധ്യത ഉണ്ടോ? അല്ല, അത് നിങ്ങൾ തന്നിരിക്കുന്നതിൻ്റെ അതിനകത്തുള്ള കാര്യം. കാരണം ഞങ്ങൾ രാവിലെ തൊട്ട് ശമ്പളമൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നവരാണ്. ഒരു കത്ത് അങ്ങേക്ക് തരുമ്പോൾ അങ്ങ് കമ്മീഷനായിരിക്കുന്ന അതിൽ നിന്നൊരു കത്ത് ഞങ്ങൾക്ക് മറുപടി തരാം. അല്ല, ഇന്നത്തെ ഹിയറിംഗിൽ വന്നതിൻ്റെ പേരിൽ മാത്രം തരികയല്ല, ഇതിനകത്തുള്ള വായിച്ച് പഠിച്ചതിനകത്ത് കാര്യമാത്ര പ്രസക്തമായ വിവരങ്ങൾ ചേർത്തിട്ട് ഇതിൻ്റെ ഓർഡറിനകത്ത് അത് പരാമർശിക്കപ്പെടും. ഇന്ന് കിട്ടിയ ഓരോന്നിനും അക്നോളജ്മെൻറ്റ് തരില്ല. കാരണം ഇന്നിവിടെ നിങ്ങൾ വന്ന് സംസാരിച്ചതാണ് തന്നത്. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ഇത് കമ്മീഷൻ ഇത് പരിശോധിക്കും. അതുപോലെ അവർ തന്ന കണക്കുകൾ പരിശോധന ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കും. അവർ തന്നത് മുഴുവൻ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല. അതിനുള്ള അത്യാവശ്യത്തിനുള്ള സാങ്കേതിക വിദഗ്ധരും ഫൈനാൻസ് എക്സ്പേർട്സും എക്കണോമിസ്റ്റുകളും ഇതെല്ലാം ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ എന്തോ ധാരണ ഇരിക്കുന്നത് അവർ തന്നെ ഉടനെ അങ്ങോട്ട് അപ്പാടെ അംഗീകരിക്കുന്നവരാണ് കമ്മീഷൻ. അത് തന്നെയാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 800 രൂപ കൊടുത്ത് വൈദ്യുതി മീറ്റർ എൻ്റെ വീട്ടിൽ വാടക വെച്ചിട്ട് അതിനെല്ലാ തോറും മാസം തോറും വാടക പിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണ് അങ്ങേക്ക് പറയാനുള്ളത്? പറയണ്ട. കഴിഞ്ഞ 41 പൈസ ചോദിച്ചു, അനുവദിച്ചത് 20 ഉള്ളൂ. കമ്മീഷൻ ഉത്തരവുകൾ ഇത്രയും ഇട്ടിട്ട് നടപ്പാക്കുന്നുണ്ടോ? ഉത്തരവുകൾ അങ്ങനെ വായിച്ചിട്ടുണ്ടോ? അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു മറുപടി കത്തിൽ ഒരു 15 പൈസ കാർഡിൽ കിട്ടുകയാണെങ്കിൽ ഉപകാരമായി. കാരണം ഈ കേസും ഞങ്ങളുടെ വാദഗതിയും ഇവിടെ കൊണ്ട് നിൽക്കുമെന്ന് കൂടെ പറഞ്ഞോട്ടെ. ഈ തന്നിരിക്കുന്നതിൽ കാര്യമാത്ര പ്രസക്തമായ എല്ലാ ആശയങ്ങളുള്ളതും ചേർക്കപ്പെടും. നിങ്ങളിവിടെ വന്ന് കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞതിന് മറുപടി തരാൻ കഴിയില്ല. നിങ്ങൾ തെളിവ് തന്നു കഴിഞ്ഞാൽ ആ തെളിവിന് കൃത്യമായിട്ട് അക്നോളജ്മെൻ്റ് ഉണ്ടാവും. ഇന്നിപ്പോൾ പറഞ്ഞതിൽ താങ്കൾ പറഞ്ഞതിനകത്ത് തന്ന നിവേദനവും ഞാൻ വായിച്ചു. കാരണം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഇവിടെ 7-8 പേര് ഇന്ന് നിവേദനം തന്നിട്ടുണ്ട്. കാരണം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ പല സംഘടനകളുണ്ട്. ഞങ്ങളതെല്ലാം കൂടെ തരം തിരിച്ചിട്ട് പരിശോധിക്കും. കൃത്യമായ മറുപടി എഴുതി ഓരോ ഐറ്റത്തിലും തന്നവരുണ്ട്. അതിനകത്ത് കൃത്യമായ എവിഡൻസ് തന്നവരുണ്ട്. അത് തീർച്ചയായിട്ടും ചിലപ്പോൾ അവരെ വീണ്ടും വിളിച്ചെന്നിരിക്കും. ഞാനതുകൊണ്ടാണല്ലോ സംസാരിച്ച ചിലരോട് നമ്പർ ഇമെയിൽ ഐ ഡിയും വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞു. വെറുതെ വന്ന ആക്ഷേപവും നാവ് ഉളുക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്നതിന് എല്ലാത്തിനും വിളിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് താരിഫ് റിവിഷൻ മാത്രമല്ല റെഗുലേഷൻ്റെ വേറെ ജോലികളുണ്ട്. വെറുതെ വന്ന് കവലപ്രസംഗം പോലെ നടത്തി കഴിഞ്ഞാൽ അതിന് അക്നോളജ് ചെയ്യാൻ തന്നെ പറ്റും. സാറിന് സബ്മിറ്റ് ചെയ്ത ഒരേ ഒരു പോയിന്റ് 5 പോയിന്റാണ്. ഒരു പോയിന്റ് ഒന്ന് വായിച്ചോട്ടെ. ഇല്ല സാർ, ഇത് നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് സംസാരിക്കാത്തത്. ഇല്ല, ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇനിയും ബാക്കി ആളുകളുണ്ടാവും. വിളിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ മോശമായിട്ട് പെരുമാറിയാൽ റെക്കോർഡ് ചെയ്യും, മേളിൽ ആരെങ്കിലും സൂപ്പർവൈസ് ചെയ്യും, അവരുടെ പെർഫോമൻസിനെ പോലും എവാലുവേറ്റ് ചെയ്യുന്ന ടെക്നോളജിയിൽ വലിയ കോസ്റ്റൊന്നുമില്ല. അതേപോലെ തന്നെ തിരിച്ച് ഇപ്പം ഞങ്ങൾ കോഴിക്കോട് 1-2 സ്ഥലത്തൊക്കെ ആക്ഷേപം കേട്ടത് അങ്ങോട്ട് പ്രകോപിപ്പിച്ച് വിളിച്ചു എന്നാണ് പറയുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് വിളിക്കുന്നവർ പ്രകോപനം ഉണ്ടായാണ് വിളിക്കുന്നതെങ്കിൽ അതും റെക്കോർഡ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് 2 കൂട്ടർക്കും, അതായത് നിങ്ങൾ ഈ മോശമായിട്ട് പെരുമാറുന്നവർ പോലും മേളിൽ ആരെങ്കിലും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കുറേ കൂടി റെസ്ട്രെയിൻറ്റ് പാലിക്കും, കുറേ കൂടി ഉത്തരവാദിത്വബോധം ഉണ്ടാവും. അത്തരം കാര്യത്തെക്കുറിച്ച് പറയണം. പ്രീപെയ്ഡ് മീറ്ററിനെ കുറിച്ച് പറയണം. അതേപോലെ തന്നെ എറണാകുളത്ത് വന്നൊരു അഭിപ്രായം, ചുരുങ്ങിയ പക്ഷം ചില സർക്കിളുകളിൽ പട്ടണത്തിലെങ്കിലും നമ്മൾ ആളുകളെ വിശ്വസിച്ചുകൊണ്ട് ഒരു മാസത്തിൻ്റെ ഒരു 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ആളുകൾ അവരുടെ സ്മാർട്ട് ഫോണിൽ ആ റീഡിംഗ് എടുത്ത് വാട്സാപ്പിൽ KSEBയുടെ ഓഫീസിലേക്ക് തന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് മന്ത്ലി ആവാം. മന്ത്ലി ബില്ലിനെക്കുറിച്ച് എല്ലാവരും ഈ 4ാമത്തെ ഹിയറിങ്ങിലും എല്ലാവരും മന്ത്ലി ബില്ല് വേണമെന്ന് പറയും. അപ്പോൾ ആളുകളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആളുകൾ അവരുടെ സ്മാർട്ട് ഫോണിൽ മീറ്ററിൻ്റെ ക്ലിയർ പിക്ചർ എടുത്ത് നിങ്ങളുടെ സെർവറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന നമ്പറിലേക്ക് തരുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന്
കാരണം നമ്മൾ മോഡേണൈസ് ചെയ്യാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി സംഘടനകളുടേതായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇന്ന് മറുപടി പറയാനല്ല, അത് താരിഫിൻ്റെ ഭാഗം മാത്രമല്ല, മൊത്തത്തിലുള്ള KSEBയെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ ആ ഗ്രീവൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും നമ്മുടെ ആളുകൾ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായാൽ അവർ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലിലേക്ക് ഒരു ഓൺലൈനിൽ പരാതിയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് എല്ലാ ഓഫീസിൽ പോകേണ്ടി വരികയാണ്. ആ കാലമൊക്കെ പോയില്ലേ? ഒരു ഓൺലൈനിലോ അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പിംഗ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അവരുടെയൊക്കെ കോമ്പൗണ്ട് ബിൽഡിങ്ങുകൾ അവിടെയൊക്കെ ഉണ്ട്. ഒരു മെഗാവാട്ടൊക്കെ അവർക്ക് ജനറേറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്താൽ KSEB അതിനെ എങ്ങനെ സമീപിക്കും? പീക്ക് അവേഴ്സിൽ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ്റെ 60 പൈസയും പ്ലസ് ട്രാൻസ്മിഷൻ ലോസും ഉണ്ട്. അപ്പോൾ 60-70 പൈസ ലോസ് ആവുന്നതിന് പകരം ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇവിടെ പൈസ കൊടുക്കാൻ കഴിഞ്ഞാൽ ആളുകൾക്ക് അങ്ങനെ പറ്റാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ മുമ്പാകെ ഒരു ഓഫർ കൊടുക്കേണ്ടത്. എന്നാൽ അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രാത്രി നമുക്ക് കൺസെപ്റ്റ് ഇല്ല, അത് മൊത്തം നമുക്ക് ഗ്രിഡിലേക്ക് കിട്ടും. അപ്പോൾ അവർ ഗ്രിഡിൽ നിങ്ങൾക്ക് പകൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, സ്റ്റോർ ചെയ്തിട്ട് രാത്രി കിട്ടിയാലേ കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ആ 1 ലക്ഷം കൺസ്യൂമർ സോളാർ പറയുമ്പോൾ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 1 ലക്ഷം അപ്പോൾ നമ്മൾ 1 ലക്ഷം അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സോളാർ എനർജി റിലേറ്റഡ് ബാറ്ററിയുടെ സ്റ്റോറേജ് ഉള്ള ചാർജിങ് സ്റ്റേഷൻസിനെ കുറിച്ച് ചിന്തിക്കും. സോളാർ പാനൽ വെച്ച് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് EV ചാർജിങ് സ്റ്റേഷൻസ് വന്നാലോ? അത് പോയിന്റായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ EV ചാർജിങ് നമ്മുടെ TOD എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റിൻ്റെ ഒരു ഓവർ ബർഡൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ TOD ചാർജിങ് പറയുന്നുണ്ട്. സോളാർ അവേഴ്സിന് നല്ലപോലെ സബ്സിഡൈസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ താരിഫ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 20% 30% കുറവ് എടുത്ത് നമ്മൾ ഈ സറണ്ടർ ചെയ്യുന്ന പവർ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യലാണ്. പിന്നെ അതേപോലെ നമ്മൾ സീസണൽ TOD എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ അതിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. KSSIയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സർ, പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരു പെറ്റീഷൻ, അതായത് ഒരു അപേക്ഷ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പോയിൻറ്റ്സ് മാത്രം ഡെഫിനറ്റായിട്ടും സാറിൻ്റെ ഒരു ശ്രദ്ധയ്ക്കായിട്ട് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്. അതായത് ഇലക്ട്രിസിറ്റി ചാർജ് വർധനവ് വരുത്തുകയാണെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് കോമൺ സിറ്റിസൻസിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് വളരെ ക്ലിയറായിട്ട് ഞാൻ എൻ്റെ ഡ്രാഫ്റ്റിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. സാർ അത് പ്രത്യേകമായിട്ട് വായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ വ്യാവസായികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇൻഡസ്ട്രി സെക്ടറിനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് എൻ്റെ ഡ്രാഫ്റ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ ഇൻഫ്ലമേറ്ററി പ്രഷർ അതെങ്ങനെയാണ് തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പരാമർശിച്ചെഴുതിയിട്ടുണ്ട്. അതേപോലെ റിന്യൂവബിൾ എനർജി കൺസേൺസ് അതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഇയർ, അതായത് വ്യാവസായിക സൗഹൃദ കേരളം എന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വർഷത്തിൽ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും അതേപോലെ പൊതുജനങ്ങളിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതേപോലെ കോമൺ പീപ്പിളിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കാനുള്ളത് പുനഃപരിശോധിച്ച് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടപടി ഉൾക്കൊള്ളണം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം ഇന്ന് രാവിലെ മുതൽ എല്ലാ ആൾക്കാരും പറഞ്ഞിരുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും KSEBയിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൻ്റെ ഒരു വലിയ പങ്കും പെൻഷൻ്റെ വലിയ പങ്കും കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ റേറ്റ് ഹൈക്ക് എന്നുള്ള രീതിയിൽ രാവിലെ മുതൽ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങ് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞ പോയിന്റുകൾ പിന്നെയും ഞാൻ ആവർത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിനെ പറ്റി തീർച്ചയായിട്ടും ഒരു പഠനം നടത്തി വേണ്ടിയിട്ടുള്ള നീതിപരമായിട്ടൊരു യുക്തമായ തീരുമാനം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. അടുത്തതായിട്ട് രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട CMD ബിജു പ്രഭാകർ സാർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 20% ഇൻഡസ്ട്രി
ബാലൻസ് എന്ന് പറയുന്നത് കോമൺ ജനമാണ് കേരളത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഈ നാട്ടിൽ 20% ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമാണ് കറണ്ട് ഉപയോഗിക്കുന്നത്. ബാക്കി 80% എന്ന് പറയുന്നത് കോമൺ പീപ്പിളാണ്. ഈ നാട്ടിൽ എങ്ങനെയാണ് സാർ ഇൻഡസ്ട്രി വളരുന്നത്? സപ്പോസ് നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രി ഉണരണം അല്ലെങ്കിൽ വളരണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയെ സഹായിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം. ഈ റേറ്റ് ഹൈക്ക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഈ നാട്ടിലുണ്ടാകുന്ന ഇൻഡസ്ട്രിയിൽ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ഒരു ഭാരമാണ്. അത് തീർച്ചയായിട്ടും അതിനെതിരായിട്ട് തന്നെ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം. റേറ്റ് ഹൈക്ക് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിനെ ബുദ്ധിമുട്ടിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രയാസപ്പെടുത്താനോ അതേപോലെ അടച്ചാക്ഷേപിക്കാനോ ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ ഇത് സഹായിക്കത്തില്ല. ബിക്കോസ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്റ്റേറ്റുകളിൽ എത്ര സ്റ്റേറ്റുകളിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എ ചീപ്പർ സോഴ്സ്. അതിൽ കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കുറച്ചുകൂടി നല്ല മെഷേഴ്സിൽ കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാതെ കിടക്കുന്ന പിരിക്കാൻ നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് അടൂരിൽ നിന്ന് ഇവിടെ വന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞ ഒരു കാര്യമാണ്, അടൂരിലെ ഒരു വലിയ വ്യവസായി എടുത്തുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രമുഖൻ നടത്തുന്ന ഹോട്ടലിൽ നിന്ന് പൈസ പിരിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ടാണ് സാർ? ഒരു ദിവസം ഞാൻ താമസിച്ചാൽ എനിക്ക് 4 ഫോൺ കോൾ വരും. 2 ദിവസം എൻ്റെ ലൈൻമാൻ എൻ്റെ വീടിന് മുറ്റത്ത് വരും. ബട്ട് അവിടെ എന്താണ് പോകാത്തത്? സോ ഈ ഡിസ്ക്രിമിനേഷൻ ഇത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എ ലോ ഷുഡ് ബി കോമൺ ഫോർ ഓൾ പീപ്പിൾ, നോട്ട് ഫോർ ഒരു പണത്തൂക്കം മുന്നോട്ടും ഒരു പണത്തൂക്കം താഴോട്ടും എന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. സോ ലോ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുണ്ടാവണം. അതിന് തീർച്ചയായിട്ടും മെഷേഴ്സ് എടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കണം. ദെൻ അടുത്തത് PF ഇൻറ്റിമേഷൻ്റെ കാര്യമാണ് അടുത്തത്. ഇന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, അതുകൊണ്ട് പറയുകയാണ്. പവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം ഇലക്ട്രിസിറ്റി ബോർഡിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഹിഡൻ സംഗതിയായിട്ട് തന്നെയുണ്ട്. കാരണം കപ്പാസിറ്റർ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കപ്പാസിറ്റർ ഫോൾട്ടി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദി പവർ ഫാക്ടർ വിൽ റിഫ്ലക്റ്റ്. ഈ പവർ ഫാക്ടർ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ റേറ്റിനെ അത് ബാധിക്കും. അത് ഇൻറ്റിമേറ്റ് ചെയ്യാനോ നമ്മുടെ പവർ ഫാക്ടറിനകത്ത് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കപ്പാസിറ്റേഴ്സിന് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ഇൻറ്റിമേറ്റ് ചെയ്യാൻ ഈ റീഡിംഗ് എടുക്കാൻ വരുന്ന സബ് എഞ്ചിനീയേഴ്സ് തയ്യാറല്ല. എന്തിനാണ് സാർ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഈ കോമൺ മാൻ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് എ ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ. അയാളെ കറക്റ്റായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പവർ ഫാക്ടറിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണം സാർ. 0.9 to 0.93%, 0.93 ആണെന്ന് പറയുന്ന റീഡിങ്ങിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കപ്പാസിറ്ററിൽ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. അതിന് 0.9 താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. അതേപോലെ എല്ലാ മീറ്ററുകൾക്കും എല്ലാ മോട്ടറുകൾക്കും കൂടി സിംഗിൾ കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്നെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ KCB പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കുറച്ച് സ്നേഹസമ്പന്നമായിട്ടും നമ്മൾ പെരുമാറിയത് കൊണ്ട് അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഒരു അസോസിയേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥാപനങ്ങളിലും കോമൺ ആയിട്ടാണ് കപ്പാസിറ്റർ വെച്ചിരിക്കുന്നത്. ഇത് ഹിഡൻ ആയിട്ട് അവർക്ക് ഓരോ മാസവും കറക്റ്റായിട്ട് പറഞ്ഞാൽ എമൗണ്ട് അവരുടെ ബില്ലിൽ ആഡ് ഓൺ ചെയ്ത് കയറുന്നതല്ലാതെ ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ ബില്ല് ഇൻക്ലൂഡ് ചെയ്യുന്നത് പറയാൻ ഇവർ തയ്യാറല്ല. ഇതെന്തിനാണ് സാർ ഈ ഡിസ്ക്രിമിനേഷൻ? അല്ല, ഇത് മുഖ്യമായിട്ടും ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ളവർക്കല്ലേ ഈ പ്രശ്നം വരും? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ ഒരു കൺസേൺ അല്ലേ അത്? അതെ, നിങ്ങളുടെ ബില്ല് കുറയ്ക്കാൻ ഒരു എനർജി ഓഡിറ്റോ എനർജി എഫിഷ്യൻസി സിസ്റ്റമോ വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു സാധാരണ ഡൊമസ്റ്റിക് യൂസറിനേക്കാളും ഒരു ഇൻഡസ്ട്രിയൽ കൺസേണിൽ നിങ്ങളും എടുക്കേണ്ടതല്ലേ? സാർ, ഞാൻ പറഞ്ഞത് സാറിന് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് 50 HP മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 50 HPക്കും കൂടി 18 kVA ഉള്ള കപ്പാസിറ്ററാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പല സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് 18 kV അല്ലെ 13 kV ഉള്ള സിംഗിൾ കപ്പാസിറ്ററാണ്. ഓരോ മോട്ടറിനും സെപ്പറേറ്റ് ആയിട്ട് കപ്പാസിറ്റർ വേണമെന്നുള്ള നിയമം ഇപ്പോൾ റീസെൻ്റായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അവരെ അറിയിക്കുന്നില്ല. അല്ല, ഈ നിയമം അറിയിച്ചില്ലെങ്കിൽ കൂടി ഈ 2 മോട്ടറിനും 2 കപ്പാസിറ്റർ സെപ്പറേറ്റ് വെച്ചാൽ, ആവശ്യത്തിനുള്ള കപ്പാസിറ്റിയുള്ള കപ്പാസിറ്റർ വെച്ചാൽ
നിങ്ങളുടെ പവർ കൺസംഷൻ കുറയില്ലേ? കുറയും സർ, പക്ഷേ ഈ കൺസ്യൂമേഴ്സിന് അറിയത്തില്ല. അല്ലാതെ കൺസ്യൂമർ ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറിന് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല, ഡൊമസ്റ്റിക് അല്ല, ഞാൻ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിനോട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇത് ഞങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വ്യവസായികളുമായിട്ട് സൗഹൃദപരമായിട്ട് നീക്കുന്ന സമയത്ത് പല സോമില്ലുകളും നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അവരുടെ ബസ് ബാർ നമ്മൾ നോക്കിയ സമയത്താണ് നമുക്കിത് മനസ്സിലായത്. അതുകൊണ്ട് സാർ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ദയവ് ചെയ്ത് ഡയറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യം CMD-യുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. ഇത് എൻ്റെ ചോദ്യം, നമ്മളിപ്പോൾ കേരളത്തിലാകെ ഇൻഡസ്ട്രിയിൽ കുറവാണ്, 20% കൺസ്യൂമേഴ്സ് ഇൻഡസ്ട്രിയിലുള്ളൂ. അപ്പോൾ നമ്മുടെ ആ സെക്ടറിലുള്ള കൂടുതൽ പവർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള യൂണിറ്റുകളുടെ പവർ ആൻഡ് എഫിഷ്യൻസി കൂട്ടുന്നതിന് ആ ഇൻഡസ്ട്രിയുടെ അസോസിയേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ശ്രമം നടത്തിക്കൂടെ? സാർ ഞങ്ങൾ ചെയ്യാം, പക്ഷേ സബ് എഞ്ചിനീയർ സോമ എന്ന് പറയുന്ന ഒരു സെക്ടറിന് മാത്രമേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ സെക്ടറിനും അസോസിയേഷൻ ഇവിടെയുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് വന്നിരുന്നതിൽ നല്ല പങ്ക് അസോസിയേഷൻ ഓരോ സെക്ടറിൻ്റെയാണ്. അപ്പോൾ ആ സെക്ടറിലുള്ള സംഘടനയുടെ ഒരു ഉത്തരവാദിത്വം കൂടി ഇതാവണ്ടേ? ചെയ്യാം സാർ, പക്ഷേ എങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഈ മാസാമാസം റീഡിംഗ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയർ എന്ന് പറയുന്ന വ്യക്തി ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് ചിലപ്പം അത് പറയാൻ കഴിയില്ലാത്തതുകൊണ്ടോ തിരക്കുകാരനായിരിക്കും ചെയ്യാത്തതെന്ന് വയ്ക്കുക. ഡൊമസ്റ്റിക് യൂസിന് ഇത് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ഫാനിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അതിൻ്റെ കപ്പാസിറ്റർ പോയതാണ് മാറ്റി വയ്ക്കും. അതായത് കറണ്ട് കൺസ്യൂം ചെയ്യുക, സ്പീഡ് കുറയുകയും ചെയ്ത് നമ്മളെന്താ നോക്കുക, ചെറിയ പൈസയുള്ള കപ്പാസിറ്ററിന്. അപ്പോൾ ഇത് സാധാരണ കേരളത്തിലെ ഒരു ഇൻഡസ്ട്രി നടത്തുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. സാറിൻ്റെ ആർഗ്യുമെന്റ് പോയിന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ട പോയിന്റാണിത്. ഞാൻ ആർഗ്യാനല്ല, മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഇത് വരുന്നില്ല സാർ, ഇൻഎഫക്റ്റിൽ വരുന്നില്ല. ഇൻഎഫക്റ്റിൽ വരുന്നില്ല. സമ്മതിച്ചു. എനിക്കൊരു ചെറിയ ഡൗട്ട് ചോദിക്കാനും കൂടെ ഉണ്ട്. ഒരു അസോസിയേഷൻ്റെ ആളാവുമ്പം ശ്രീ പ്രകാശ് ശർമ്മയുടെ ഒരു മില്ലുണ്ടാവുമല്ലോ. ഉണ്ട്. ഈ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവരിങ്ങനെയൊക്കെ വലിയ ഡേറ്റയൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഈ താരിഫ് അവർ ചോദിച്ച വർധനവ് വന്നു കഴിഞ്ഞാൽ എത്ര രൂപയുടെ മന്ത്ലി ബില്ലിൽ വർധനവ് വരും? ഇപ്പോഴത്തെ ഈ റേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്ന, അവർ പെറ്റീഷനിൽ തന്നിരിക്കുന്ന റേറ്റ് ഇട്ടാൽ നമുക്ക് എത്ര രൂപ ഇപ്പോൾ കൊടുക്കുന്ന ബില്ലിൽ നിന്ന് എത്ര അധികം വരുമെന്ന് അറിയാൻ ആഗ്രഹം. സാർ, എൻ്റെ അറിവിൻ്റെ ചിലപ്പോൾ പരിമിതികളുണ്ടാവാം, എങ്കിൽ പോലും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഡെഫിനറ്റ്ലി 25 to 30% ഹൈക്ക് വരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിക്കോട്ടെ, ഇതൊന്ന് പഠിച്ചിട്ട് രേഖാമൂലം ഒരു ഇമെയിലോ ഒരു മറുപടി. ഡെഫിനറ്റ്ലി. എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, തീർച്ചയായും ചെയ്യാം. പ്രത്യേകിച്ച് സോമില്ലുകളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമാണ്. എക്സാക്ട്ലി സാർ, ഇത് മനസ്സിലാക്കിയതിൽ വളരെ നന്ദിയുണ്ട്. കാരണം സോമില്ലുകൾ എന്ന് പറയുന്നത് ഇന്ന് അടച്ചുപൂട്ടേണ്ട ഭീഷണി നേരിടുന്ന ഒരു വലിയ വ്യവസായ മേഖലയാണ്. വുഡ് കിട്ടാനില്ല. അതെ. പിന്നെ ഈ വുഡിന്റെ ലഭ്യതയല്ല, വുഡിന്റെ മറ്റ് ഓൾട്ടർനേറ്റീവ്സ് ചൈനയിൽ നിന്ന് മറ്റ് ചീപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെ. അപ്പോൾ ആ വ്യവസായം ബുദ്ധിമുട്ടിലാണെന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. അതെ. അപ്പോൾ അതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസോസിയേഷൻ്റെ ഒരു 8-10 പേരോട് പറഞ്ഞിട്ട് ഇതിനൊന്ന് പഠിച്ചിട്ട് പറയാം. തീർച്ചയായിട്ടും ചെയ്യാം സാർ. ഒരു 2-3 പോയിന്റും കൂടി പറഞ്ഞു പെട്ടെന്ന്. സാർ, അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ KSSI റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ടാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ ബേസിക്കലി കുന്നന്താനം കിൻഫ്ര എന്ന് പറയുന്ന 2 ID പ്ലോട്ട്സ് ഉണ്ട് ബേസിക്കലി. സാർ, ഒരൊറ്റ ദിവസം പോലും മണിക്കൂറുകളോളം അവിടെ കറണ്ട് പോവാത്ത ഒരു ദിവസമില്ല. സത്യം പറഞ്ഞാൽ KSSIയുടെ മീറ്റിങ്ങും നിങ്ങൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗ്സും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ, ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പരാതിയാണ് അത് പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ് അതിനെടുക്കാൻ അവർ ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കുന്നില്ല. പ്രോപ്പറായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾ മാറ്റാനുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കണമെന്ന് പറയുന്നു. ഇതെന്താ സാർ ഇത് ചെയ്യേണ്ടത്? ഇതെന്തിനാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ല, അതിന് നമുക്ക് ഇന്നത്തെ ഇതങ്ങ് പോട്ടെ, അതിനുശേഷം നമുക്ക് വേറെ മാർഗം ഉണ്ടാക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് പറയാനായിട്ട്. കാരണം ഇതുപോലുള്ളൊരു പബ്ലിക് ഫോറത്തിൽ മാത്രമേ എനിക്കിത് പറയാൻ പറ്റത്തുള്ളൂ. 2-3 പ്രാവശ്യം ബോർഡിനെ നമ്മൾ സമീപിച്ചു, അവർ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അവിടുത്തെ സ്റ്റെപ്സ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് റിക്വസ്റ്റ് കൺസിഡർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കേട്ടതിനും ശ്രവിച്ചതിനും നന്ദി. താങ്ക് യു. B71 മിനിറ്റിനപ്പുറം എടുക്കില്ല. ഒരുപാട് പോയിൻറ്റ്സ് ഇവിടെ ഇരുന്ന് എഴുതി, പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞാൻ ചില ബുള്ളറ്റ് നോട്ട്സിലേക്ക് മാത്രം പോകുന്നു. KCB ഉദ്യോഗസ്ഥരെ വളരെയേറെ ബഹുമാനിക്കുമ്പോൾ തന്നെ ചില ദുരനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു രാത്രി പലപ്പോൾ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തത് കൊണ്ട് ഒരു ലൈൻ പൊട്ടിക്കിടക്കുന്നത് അറിയിക്കാനായിട്ട് ഞാൻ വാഹനമെടുത്ത് ചെന്നപ്പോൾ ഓഫീസ് പറയുന്നില്ല,
ഫോൺ എടുത്ത് താഴെ വെച്ചതിന് ശേഷം കാലെടുത്ത് മേശയിൽ വെച്ച് മറ്റ് 2 മേശയിൽ 2 എണ്ണം കിടന്നുറങ്ങുകയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് വിജിലൻസ് ഡയറക്ടറെ രാത്രി 11 മണിക്ക് വിളിച്ചു, പ്രശ്നമുണ്ടാക്കി. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അനേകർ നല്ലവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ജനത്തെ വെറുപ്പിക്കുന്നത്. അതുകൂടാതെ പലയിടത്തും റോഡ് വൈഡനിങ് വന്നു കഴിഞ്ഞാൽ സമയത്ത് നോട്ട് കൊടുത്ത് ആ പോസ്റ്റുകൾ മാറ്റിയിടാത്തത് കൊണ്ടുള്ള ആക്സിഡൻസിൽ കൂടെ വരുന്ന നഷ്ടം ഇതെല്ലാം KCB വഹിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ കാശുകൂടാണ്, നമ്മളെല്ലാവരും കൊടുക്കുകയാണ്. KCB ഉദ്യോഗസ്ഥർ സമയത്ത് വന്നല്ലെങ്കിൽ നേരത്തെ വന്ന് ജോലി ചെയ്യുന്നവരുള്ളപ്പോൾ തന്നെ പലരും പല സമയത്ത് വരുന്നതൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പൈസയാണ്. 60,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ 20 ദിവസം ഒരു മാസം ജോലി ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം 3,000 രൂപ ശമ്പളമാണെങ്കിൽ 8 മണിക്കൂറിന് 10 മിനിറ്റിന് നമ്മൾ പൊതുജനം എത്ര കൊടുക്കുന്നു എന്നുള്ളത് നോക്കണം. ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. എയർ ഇന്ത്യയുടെ മാനേജറായിട്ട് റിട്ടയർ ചെയ്യുവാനിടയായി. ഞങ്ങൾക്ക് 2 മിനിറ്റ് ലേറ്റ് ആകാൻ പറ്റത്തില്ല. ഡൽഹിയിലോ ബോംബെയിലോ ഇരുന്ന് പലരും കമ്പ്യൂട്ടറിൽ നോക്കും ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ജനം ഒരുപാട് എതിർത്ത് തുടങ്ങിയ കാലമാണ്. BSNL ഓർക്കണം, KSRTC ഓർക്കണം. പല സ്ഥാപനങ്ങൾ നശിച്ചു പോയത്, ഞങ്ങളുടേത് ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയത് ഓർത്തുകൊണ്ട് പെരുമാറി ജനത്തെ വലയ്ക്കാതിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല ആക്സിഡൻറ്റുകൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. മുൻകൂട്ടി കണ്ടു കഴിഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റും. തൈക്കാട് മുതൽ ആ റെയിൽവേ സോണൽ ഓഫീസ് വരെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് എത്ര മരങ്ങളാണ് ചരിഞ്ഞു നിൽക്കുന്നത്. അവിടെ എൻവയറൺമെൻറ്റുകാർ കയറിയിട്ട് ഇതൊന്നും വെട്ടാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അനേകർ മരിക്കും, അനേക ലൈനുകൾ ഒരേ രാത്രി പോകും. ഇത് നേടിയെടുക്കാനായിട്ട് തിരിച്ചതുപോലെ ആക്കാനായിട്ട് കോടികൾ ചിലവാകും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പടമെടുത്ത്, ഇന്നിപ്പോൾ പത്രക്കാരെല്ലാം പോയി കഴിഞ്ഞു, നിങ്ങൾ KCBയുടെ വീഡിയോഗ്രാഫിംഗ് നടക്കുന്നുണ്ട്, ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജനത്തിൻ്റെ നഷ്ടം, ഇതെല്ലാം ജനത്തിൻ്റെ നഷ്ടമാണ്. നിങ്ങൾ ഓഫീസിൽ ലേറ്റ് ആകുന്നതും ജനത്തിൻ്റെ നഷ്ടമാണ്. അതൊന്ന് നോക്കാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. പക്ഷേ നല്ല അനുഭവങ്ങളുമുണ്ട്, അതെല്ലാം പറഞ്ഞു തീർക്കുന്നില്ല. ഞാൻ പ്രത്യേക വീഡിയോ എടുത്ത് സോഷ്യലി ഒരുപാട് ഇടപെടുന്ന ആളാണ്. ഇതിവിടെ ഇരുന്നത് എന്തിനാണെന്നറിയാമോ? രാവിലെ 10 തൊട്ട് ഇതുവരെ ഇരുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ പല കാര്യങ്ങളും പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നേരിട്ട് മെയിൽ അയക്കുന്ന ആളാണ്. പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട്. ഓൾ ഇന്ത്യ വണ്ടിയുടെ രജിസ്ട്രേഷൻ BH എൻ്റെ സജഷനാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ കാണിച്ചു തരാം. 2018 ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എല്ലാ ഏജൻസികളും കളഞ്ഞിട്ട് 2 വർഷം ആർമി സെർവ് ചെയ്യുന്നവനെ ഓർഡർ കൊടുത്ത് വിടാൻ പറഞ്ഞു. ഒന്നിച്ചുള്ള വാഹനങ്ങളൊക്കെ അവർ ഡിമോളിഷ് ചെയ്ത് കളയുന്നത് സെൻട്രലൈസ് കൊണ്ടുവരാൻ പറഞ്ഞു. ഗുജറാത്തിലായിക്കഴിഞ്ഞു. ഇന്നിവിടെ ഇരുന്ന് ഈ നോട്ട്സ് എല്ലാം എന്തിനാണെന്നറിയാമോ? അടുത്ത 24 മണിക്കൂർ 48 മണിക്കൂറിനകത്ത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലും പവർ മിനിസ്റ്റർക്കും ഇതെല്ലാം ക്രോഡീകരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ജനം സംസാരിച്ചതിനെക്കാട്ടി കൂടുതൽ ഉദ്യോഗസ്ഥർ അവരെ താലോലിച്ചുകൊണ്ട് പറഞ്ഞതും കൂടെ എല്ലാം എടുക്കാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മെയിലും പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നു. താരിഫ് സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട്. ഈ സമ്മർ താരിഫൊക്കെ പ്രാക്ടിക്കലല്ല, കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു കത്താക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും 2-3 കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. രാവിലെ തൊട്ടേ നമ്മൾ സത്യത്തിൽ ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്. കാരണം ഉപഭോക്താക്കളുമായിട്ട് സംവദിച്ച് ഒരു സാധനത്തിൻ്റെ വില നിശ്ചയിക്കുന്ന അത് പവർ സെക്ടറിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഫ്രീ സിം കിട്ടിയ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്കാരനെ അടുത്തിടെ 3 പ്രാവശ്യം താരിഫ് വർദ്ധിപ്പിച്ചപ്പം ആരും അറിഞ്ഞില്ല. പലരും ഇപ്പം BSNLനെ തേടിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ്. KSEBക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയും. പക്ഷേ ജനങ്ങളോട് ചോദിച്ചിട്ട് സാധനത്തിൻ്റെ വില നിശ്ചയിക്കുന്ന ഒരു സംവിധാനം ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. കാരണം ഇത് ജനങ്ങളുടെയാണ് ഈ സ്ഥാപനം. നിങ്ങളുടെ ഒരു വ്യത്യാസമില്ല ഇവിടെ. ഉപഭോക്താക്കളും ജീവനക്കാരെല്ലാം KSEB ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഉള്ളൂ KSEB. അപ്പോൾ നമ്മളിവിടെ തന്നെ ഉച്ചയ്ക്ക് 1:45 ഉണ്ണാൻ പോയി. ഞാൻ മറ്റൊക്കെ എഴുതി തന്നുകൊണ്ട് അതൊന്നും പറയുന്നില്ല സാർ. 3 മണിക്ക് നമ്മൾ തിരിച്ചു വന്നു. 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാവരും വന്ന് കയറി. ഈ 1.25 മണിക്കൂറും കുറേയധികം KSEBയുടെ പാവപ്പെട്ട ജീവനക്കാർ ചോറുണ്ണാതെ വയലിൽ കൂടെ നെല്ലിൽ കൂടെ അല്ലെ പോസ്റ്റിന് മുകളിലും പോസ്റ്റിന് ചുവട്ടിലും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തുടങ്ങി വൈകിട്ടാവുമ്പോൾ
ഫേസ്ബുക്ക് നോക്കുമ്പം അല്ലെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്ര പേര് പോസ്റ്റിൽ നിന്ന് വീണിട്ടുണ്ട്, എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ വൈകിട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ. പട്ടാളക്കാർക്ക് പോലും യുദ്ധമുഖത്തിൽ മാത്രമേ മരണം സംഭവിക്കുന്നുള്ളൂ. ഒരു വർഷം 20-25 പേര് മരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ താരിഫ് പെറ്റീഷൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് കേൾക്കും മനസ്സിന് ഭയങ്കര വിഷമം വന്നു. ജീവനക്കാർക്ക് നേരെ കൈ ചൂണ്ടുന്ന ഒന്നായി വന്നു. ഇനിയും സത്യം പറയാമല്ലോ, ആക്ച്വലി ഇതിനകത്ത് ജീവനക്കാരെ കക്ഷികളെ അല്ല, അതിലേക്ക് ഞാൻ വരാം. അഴിമതി, ധൂർത്ത്, മിസ്മാനേജ്മെൻറ്റ്സ്, അത് 3 പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. ജീവനക്കാർ ഇതിനകത്ത് കക്ഷികളല്ല. 1991 ബോർഡിൻ്റെ കണക്ക് എൻ്റെ 1984 മുതലുള്ള ബോർഡിൻ്റെ ആനുവൽ അക്കൗണ്ട്സ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം 1991 KSEBയുടെ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ 36 ലക്ഷമായി. അന്ന് KSEBയിലെ ജീവനക്കാരുടെ എണ്ണം 30,000. ഇപ്പോൾ KSEBയിലെ ഉപഭോക്താക്കളുടെ എണ്ണം 137, 139, 1,39,00,000. ജീവനക്കാരുടെ എണ്ണം വർക്ക്മെൻ ഏതാണ്ട് 25,000-നും 26,000-നും ഇടയ്ക്ക്, ഓഫീസേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു 29,000 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1991 ഉണ്ടായിരുന്ന ജീവനക്കാർ പോലും ഇല്ലിവിടെ. പലരും ഉപദേശിച്ചില്ല എന്ന് പറയുന്നു, പിന്നെ 10ാം ക്ലാസ് തോറ്റവരെന്ന് പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ വർക്കറായിട്ട് അപേക്ഷിച്ചിരുന്നപ്പോൾ ബിടെക്കുകാർ അപ്ലൈ ചെയ്ത് അവർ വന്നപ്പോൾ പോസ്റ്റിൽ കയറിയാൽ വയറ് മുകളിലിരിക്കും, താഴെ വരുമ്പം വയറ് മുകളിലിരിക്കും ഷർട്ടും. കാരണം ക്വാളിഫിക്കേഷൻ കൂടിയതുകൊണ്ട് പോസ്റ്റിൽ കയറാൻ പറ്റില്ല. അങ്ങനെയാണ് SLC തോറ്റവരെ എടുത്തത്. ആ SLC തോറ്റവരെ അവർ ഫിസിക്കൽ വർക്ക് ചെയ്യാണ്. ഫിസിക്കൽ വർക്ക് ചെയ്യേണ്ടെന്നവൻ വേണം. അപ്പോൾ അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. അവിടെ അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ ഈ താരിഫ് വർധനവ് വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ പെറ്റീഷൻ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് ഞാൻ പറയുകയുണ്ടായി. പുരപ്പുറ സോളാർ KSEB പൈസ മുടക്കി കുറേ സോളാർ വെച്ചു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൻ്റെ ഉത്തരം പറയണം. അതിപ്പോൾ ക്ലീനിങ് നടക്കുന്നുണ്ടോ? ഉപഭോക്താക്കൾ ഇരിക്കുമ്പോൾ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, KSEB മുടക്കിയ പണം വെള്ളത്തിലായി. പുരപ്പുറ സോളാറിലെ ബില്ലിംഗ് സമ്പ്രദായം KSEBക്ക് ബാധ്യതയായി. അപ്പോൾ അങ്ങനെ കോടികളുടെ നഷ്ടം KSEBക്ക് വരുന്നു. ഒരു സിമ്പിൾ കണക്ക് പറയാം. വാട്ടർ അതോറിറ്റി 2,458 കോടി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ കേട്ടത് 2,400 കോടിയാണ്. ഈ 2,400 കോടി വാട്ടർ അതോറിറ്റി KSEBക്ക് കൊടുക്കാനുള്ള പൈസ 10 വർഷം കൊണ്ട് 240 കോടി വെച്ച് വർഷം കൊടുക്കും എന്നും പറഞ്ഞ് ഒരു ധാരണയിലെത്തി ഗവൺമെൻറ് ഇടപെട്ട്. ഞാൻ ചോദിച്ചോട്ടെ, 2,400 കോടി രൂപ 10 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള പലിശ വെച്ചത് എത്രയാവും? 5,000 കോടി ആവില്ലേ? അപ്പോൾ 2,600 കോടി വീണ്ടും കടമായില്ലേ? 10 വർഷം കൊണ്ട് കൊടുക്കത്തില്ല. ശിവകുട്ടി, നമുക്ക് വാച്ച് ഒന്ന് നോക്കണം. പിന്നെ ഇനിയും സംസാരിക്കാൻ ആളുകളുണ്ട്. നമ്മുടേതല്ലാത്ത വിഷയങ്ങളൊന്നും മാറ്റി. അല്ല, ഈ വിഷയം പറയണം. കാരണം ഈ ബാധ്യതയാണ് താരിഫ് വർധനയിൽ വരുന്നത്. എന്നിട്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വൈദ്യുതി ചാർജ് കുറച്ച് കൊടുക്കണം, ഉപഭോക്താക്കൾക്ക് കുറയ്ക്കണമെങ്കിൽ ആര്യാട് മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ യൂണിറ്റിന് 30 പൈസ കുറച്ച് കൊടുത്തു. അങ്ങനെയുള്ള KSEB ഇത്. ആ KSEB ജോലി ചെയ്തതിൽ അഭിമാനിക്കുന്ന വ്യക്തി ഞാൻ. പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയർമാനോട് പറയാനുണ്ട്. ചെയർമാൻ തന്നെ പറഞ്ഞു അവർക്ക് കറണ്ട് വിൽക്കാൻ പറ്റുന്ന സമയമില്ല. മുമ്പേ ഒരാൾ പറഞ്ഞല്ലോ, ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ചെയർമാൻ തന്നെ പറഞ്ഞു അവർക്ക് കറണ്ട് നേരെ കൊടുക്കാൻ സമയമില്ല. ശരിയാ, അതിനുള്ള ആളില്ല. പക്ഷേ KFON എന്നൊരു ബിസിനസ് 49% ഷെയറോടുകൂടി KSEB തുടങ്ങിയപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അതിന് അനുവാദം നൽകിയോ ഇല്ലയോ? ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് KSEBയുടെ സ്വത്തുക്കൾ മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 51 തോന്നുന്നു, അതനുസരിച്ച് മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭം കൺസ്യൂമേഴ്സിന് വൈദ്യുതി ചാർജ് കുറച്ച് കൊടുക്കാൻ ഉപയോഗിക്കണം. അനുവാദം കൊടുത്തോ? ആപ്ലിക്കേഷൻ തന്നോ? പെറ്റീഷൻ പോലും തരാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് KSEBയുടെ ബാധ്യതകളാ പറഞ്ഞത്. വെറുതെ പറഞ്ഞിങ്ങനെ അല്ല, പെറ്റീഷൻ ഈ കറണ്ട് ചാർജ് വർദ്ധിക്കാൻ വന്നത് ഒരു പൊതുപ്രസംഗം വേണ്ട, ഫാക്ട് ആയിട്ടുള്ള കാര്യം. അല്ലല്ല, ഞാൻ പൊതുപ്രസംഗമല്ല പറഞ്ഞേ, ഞാനൊരു ഫാക്റ്റാ പറഞ്ഞേ. അവർ തന്നെ പറയുന്നത് കേൾക്ക്. കാരണം ഇത് മിസ്മാനേജ്മെന്റ്, അഴിമതി. എന്നാൽ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുക. സാർ അതിനകത്ത് കൂടുതൽ ക്ഷുഭിതനാവും. സാറ് ക്ഷുഭിതനായാലും എനിക്കൊന്നുമില്ല. കാരണം
കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയ വൈദ്യുതി വേണ്ടാന്ന് വെച്ചത് ഈ റെഗുലേറ്ററി കമ്മീഷനും ഗവൺമെന്റും കൂടെ ചേർന്നാണ്. ആ ബാധ്യത ഇതിനകത്ത് വരും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ കമ്മീഷൻ അത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാരണം. സിബിക്കുട്ടിയൊക്കെ നിങ്ങളുടെ ബ്രെയിൻ പണയം വെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ബ്രെയിൻ പണയം വെച്ചൊന്നുമല്ല, സത്യാവസ്ഥ മുഴുവൻ എനിക്കറിയാം. അതുകൊണ്ട് ഈ ബാധ്യതകൾ മുഴുവൻ അഴിമതി, ദൂർത്ത്, മിസ്മാനേജ്മെന്റ്. പക്ഷേ KSEB നിലനിൽക്കണം. തൽക്കാലത്തേക്ക് പെറ്റീഷൻ നിങ്ങളെല്ലാവരും അനുവദിച്ചു കൊടുത്ത് ഇനിയും അഴിമതി ഉണ്ടായാൽ ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള നടപടിയാണ്. പ്രസംഗത്തിന്റെ ഒരു 4 ഭാഗം വായിക്കാനും പഠിക്കാനും കൂടെ മെനക്കെടണം. അതെല്ലാം ഏതായാലും ഞാൻ നിർത്തുകയാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ബാക്കി ഞാൻ കത്തായിട്ട് സാറിന് തരും. റെഗുലേറ്ററി കമ്മീഷൻ്റെ ഭാരവാഹികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ, KSEBയുടെ ഉദ്യോഗസ്ഥരെ, മര്യാദക്കാരായ പോലീസുകാരെ, എനിക്ക് വലിയ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാര്യം ഒരുപാട് പേര് പറഞ്ഞു. മാത്രമല്ല ഓരോ ആൾക്കാരൊക്കെ കിടന്ന് പ്രതികരിക്കുന്നുണ്ടപ്പോൾ ഞാനും ഒച്ച വെച്ചു, എൻ്റെ സൗണ്ടും പോയി. അപ്പോൾ ഒരു ഇച്ചിരി സൗണ്ടിലാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. 10 മിനിറ്റ് എടുക്കത്തില്ല, 9 മിനിറ്റ് എടുക്കും. ഇപ്പോൾ 1,38,00,000 ആൾക്കാർ നമ്മുടെ കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഈ KSEBയുടെ ഒരു ബില്ല് ഇരുന്നുണ്ട്. ഇത് 37 സെൻറ്റിമീറ്ററുണ്ട്. ഓണത്തിന് പട്ടത്തിൻ്റെ മൂട്ടി വെച്ച് കെട്ടാൻ പറഞ്ഞു. ഈ 37 സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യം എന്താ? 20 സെൻറ്റിമീറ്ററിൽ ഞാൻ അടിച്ചു തരാം. ഇത് ഈ രീതിയിലാണെങ്കിൽ, ഇതാണ് ഞാൻ കൂടുതൽ പറയാമെന്നില്ല, ഒറ്റ കാര്യം പറയാമെന്ന്. ഈ രീതിയിലാണെങ്കിൽ എത്ര റോള് ഒരു മാസം അടിക്കണം, ഒരു വർഷം അടിക്കണം? ഈ ഒരു കോഴി 38 ലക്ഷം പേർക്കും ഇത് ഇത്ര നീളത്തിൽ അടിക്കുന്നതിന് ഒരു റോളിൻ്റെ വില 45 രൂപയാണ്. വെറുതെ കാശ് കളയുന്നൊരു മര്യാദ വേണ്ടേ? ഇതുപോലുള്ള ദൂർത്ത് നിർത്ത്. ഇത് ജനസേവനമാണെന്ന് മനസ്സിലാക്കുക. കാക്കി യൂണിഫോം ഇട്ട പോലീസുകാരൻ, നല്ല പോലീസുകാരോർക്കും ഇത് സേവനമാണ്. കാക്കി ഡ്രസ്സ് ഇടുന്ന KSEBക്കാരനും ഓർക്കണം. പക്ഷേ ഇപ്പോൾ അതില്ല. കാര്യം എല്ലാം കോൺട്രാക്റ്റാണ്. പോസ്റ്റേ കയറുന്ന KSEBക്കാർ കോൺട്രാക്റ്റാണ്. എൻ്റെ വീട്ടിന് മുന്നിലും വന്ന് പോസ്റ്റ് ഇട്ട് കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് ഇത് ഇപ്പോൾ അതുപോലെ വേറെ കാര്യം ഞാൻ പറയാം. അവരുടെ കാര്യം, ഈ KSEBയുടെ പോസ്റ്റിൽ കയറി മരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ കുടുംബമുണ്ട്. പട്ടാളക്കാരന് കൊടുക്കുന്ന അതേ ആനുകൂല്യം അവിടെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പട്ടാളക്കാരന്മാർക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യം തികച്ച് ഇവർക്കും കൊടുക്കണം. കാര്യം മരണപ്പെട്ടു പോകുമല്ലേ. പക്ഷേ അബദ്ധം പറ്റിയായിരിക്കും മരണപ്പെടുന്നത്. ഫേസ് ഇങ്ങോട്ട് പോകാം. ചിലപ്പോൾ അവരത് 2 വോട്ട് ഓഫ് ചെയ്താലും ശരി തന്നെ ഈ ഇറത്തി കൂടെ കയറി വരും, കറണ്ട് കയറി വരും. അത് പറയാൻ പറ്റത്തില്ല. നമ്മളവരെ തള്ളി പറയുന്നില്ല. അവരിപ്പോൾ യൂണിയൻ കൂടി ഉള്ളതെന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് സംസാരിച്ചെന്നല്ലാതെ അവർക്ക് വേറെ വൈരാഗ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് അന്യായമാണ്. ഇത് നമുക്ക് സഹിക്കാവുന്ന കാര്യമല്ല. അതുപോലെ ഈ നമുക്ക് എത്ര ലാഭം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. 1.5 ലക്ഷം റോള് വേണ്ടി വരും, 3.5 ലക്ഷം റോള് വേണ്ടി വരും ഇവിടെ. ഇത് ഒരു വർഷം ഇത് 20 സെൻറ്റിമീറ്റർ ആക്കിയാൽ 1,66,00,000 രൂപ നമുക്ക് ലാഭം. ഞാൻ ഇതിൻ്റെ വിലയെല്ലാം പഠിച്ചിട്ടാണ് പറയുന്നത്. എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു? എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു? ഇത് 37 സെൻറ്റിമീറ്റർ. 37 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ നോക്ക്. ഇല്ല, വേണ്ട, ഞാൻ അളന്ന് നോക്കിക്കോളാം. 37 സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ അല്ലാതെ മില്ലിമീറ്റർ ഉണ്ടോ? 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരടിയല്ലേ? ഇതൊരടി ഉണ്ടോ? അതില്ല, മില്ലിമീറ്റർ ആയി. 37 മില്ലിമീറ്റർ അല്ല, സെൻറ്റിമീറ്റർ അല്ലേ സാറേ? അതെ, 30 സെൻറ്റിമീറ്റർ ഒരു അടിയാണ്. ആ, എന്നാലും സാറേ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ അവരോട് പറയുന്നത് ഇങ്ങനെ ബില്ലേ കൊടുക്കണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, അങ്ങോട്ട് മെസ്സേജ് കൊടുത്താൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് മതി. അപ്പോൾ ഇത് ലാഭിക്കാമല്ലോ. സ്മാർട്ട് ഫോണിൽ പൈസയും അടച്ചോളും. അത് ലാഭിക്കാമല്ലോ. 1 കോടി. അതുപോലെ 1,66,00,000 ഞാൻ കണക്കൂട്ടിയനുസരിച്ച് 1,66,00,000 രൂപ ഒരു വർഷം ലാഭം ഉണ്ടാവും. സാറേ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ കേരളമേ കടൽ തീരത്തല്ലേ കിടക്കുന്നത്? തമിഴ്നാട്ടിലെ നമ്മളെ ഈ തെങ്കാശിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിൻഡ് വെച്ച് എത്രയോ കാറ്റുണ്ടാക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ 10-12 എണ്ണം വരെ അത് വെച്ചിട്ട് അത് കരഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ ഈ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഈ കടൽ തീരത്ത് ഇത് വയ്ക്കാനുള്ളൊരു അനുമതി ഗവൺമെൻറ് തന്നാൽ ഞങ്ങൾ വെച്ചു കൊടുക്കാം. അനുമതി കിട്ടണം. അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെച്ചു കൊടുക്കാം. ഒരു നിമിഷം, ഞാൻ
പേരും നമ്പരും ഒന്ന് വാങ്ങിച്ചു വെക്കണം. അദ്ദേഹത്തിൻ്റെ അല്ല വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കിയുള്ളവർ ഒത്തിരി പേര് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ബഹളം വെച്ച് കൂവി നല്ല സജഷനുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു നല്ല കാര്യം. അതുപോലെ ഈ 4 ഹിയറിംഗിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം. അതുപോലെ തന്നെ ഈ ഞാൻ NRI ആണ്, 43 വർഷം സൗദി അറേബ്യ വർക്ക് ചെയ്തതാണ്. KSEBിക്ക് 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്ക് പ്രതിമാസം ബില്ലടയ്ക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് കാരണമുണ്ട്. പക്ഷേ അത് ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തുനിഞ്ഞ് പോയാൽ എന്ത് ചെയ്യും? പോസ്റ്റ് ഓഫീസിൻ്റെ ഗതികേടാവും. KSEB അല്ല ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സാറിന് അറിയായിരിക്കും, ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ? പട്ടാളക്കാരനായ ബ്രദറ് പെങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പഴയ കാലത്ത് ഞാൻ 67 വയസ്സുള്ളതാണ്. പണ്ട് പട്ടാളത്തിൽ നിന്ന് ശമ്പളം എടുത്ത് പെങ്ങൾക്ക് SLCയുടെ പൈസ അടയ്ക്കാൻ അയക്കും, പോസ്റ്റ്മാൻ എടുത്ത് പേപ്പറിൻ്റെ കാശ് അടയ്ക്കും, പിറ്റേന്ന് കൊണ്ട് കൊടുക്കും. സമയം കഴിഞ്ഞു പോയി, പരീക്ഷ പറ്റത്തില്ല. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തദ്ദേശയിലേക്ക് കിടക്കുക. ഒരു ട്രെങ്കോൾ തിരുവനന്തപുരത്തോട്ടുണ്ട്, കുട്ടാരക്കരയെന്ന കൊല്ലത്തൊന്ന് വിളിച്ചാൽ കിട്ടും. ഇപ്പം അതും പോയില്ലേ. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ചൈനക്കാരൻ ബാറ്ററി കണ്ടുപിടിച്ചിട്ടുണ്ട്. 50 കൊല്ലമാണ് അവൻ്റെ ഗ്യാരണ്ടി. ഒരു നൈട്രജൻ പോയിൻറ്റും ഒരു കാർബണോടെ കയറ്റി വെച്ചാൽ രണ്ടും ഇടിച്ചോണ്ടിരിക്കും. ആ ബാറ്ററി വർക്ക് ചെയ്യും. 50 കൊല്ലമാണ് അവൻ്റെ ഗ്യാരണ്ടി. പകൽ വരുന്ന സോളാറിൽ നിന്ന് വരുന്ന കറണ്ട് ഞങ്ങൾ ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. രാത്രി ഞങ്ങൾ KSEB ഓഫ് ചെയ്യും. ഞങ്ങളിത് ഉപയോഗിക്കും. അല്ല രാത്രിയല്ല പകലും കൂടെ നമുക്ക് ഓഫ് ചെയ്താലുണ്ടോ? ഓഫ് ചെയ്യാം. അത് ആ ഒരു സ്ഥിതി വരുന്നുണ്ട്. അത് വന്നാൽ ഇതിൻ്റെ സ്ഥിതി എങ്ങോട്ട് പോകും? നേരത്തെ ഇപ്പോൾ 3.5 തൊട്ട് 5 ലക്ഷം വരെ മന്ത്ലി ബില്ല് അടയ്ക്കുന്നു എന്ന് പറഞ്ഞല്ലോ. HT ആണോ EHT ആണോ അതോ കൊമേഴ്സിലാണോ? ഏത് കാറ്റഗറിയാണ്? ഞാൻ സ്വന്തമായിട്ടാണ് സോളാർ വെച്ചിരിക്കുന്നത്. അല്ല അതല്ല, ബില്ല് അടയ്ക്കുന്ന കാര്യം 11 KB ഒന്നുമല്ല. വൈദ്യുതി ബില്ല് 3.5 ലക്ഷം 5 ലക്ഷം അടയ്ക്കുന്നു എന്ന് പറഞ്ഞു. അത് ബിൽഡിങ്ങിൻ്റെ മാളിൻ്റെ. അല്ല ഞാൻ ചോദിച്ചത്, അല്ല വീട്ടിൻ്റെ അല്ല സാർ. അല്ല അത് ഞാൻ ചോദിച്ചത് ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിൽ നിന്ന് അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ചൈനയിലെ ബാറ്ററിയൊക്കെ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഉണ്ടെങ്കിൽ ഒരു തടസ്സവും ഇല്ല. മാളുകളിലൊക്കെ ഞങ്ങളത് അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. നല്ല NRIs മീൻസ് നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സൗദി അറേബ്യ 43 വർഷം വർക്ക് ചെയ്തതായത്. ഇവിടെയൊക്കെ ഓരോരുത്തർ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് അവിടെയാണ് നടത്തുന്നത്. അവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടെ വിളിച്ചു കൂട്ടി. ഞാൻ OICC എന്ന സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ ആൾക്കാരെ വിളിച്ചു കൂട്ടും. ആവശ്യമുള്ളവരൊക്കെ ഫ്ലാറ്റിന് ബുക്ക് ചെയ്യും. എന്നതുപോലെ ഈ ടവർ അവിടെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മരുന്ന് മേടിക്കാൻ ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. കൊച്ചിയിലെ ഡോക്ടർ വെട്ടിക്കറി വെച്ചിരിക്കുക. പിന്നെ കയ്യെടുത്ത കൂടാതെ കാലിൽ നിന്നും എടുത്തിട്ടുണ്ട്. എല്ലാം മരിച്ച് കയറ്റി ചേർത്ത് വെച്ചിരിക്കുക. പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ കേൾക്കുന്നത് അവർ വിഷമം. എന്നിട്ടാണോ ഈ ആവേശത്തോടെ അപ്പോൾ അല്ലല്ല അങ്ങനെയല്ല. അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോ എടുത്ത് വീട്ടുകാരിക്ക് അയച്ചു കൊടുക്കും. ഉണ്ടോ? അത് കൂടെ കൊണ്ട് ആൾക്കാർ കേട്ടോ. പരാകാരിയാണ് കേട്ടോ. കൂടുതൽ സ്നേഹം കാണിക്കല്ലേ. അല്ല ഒന്ന് ബഹളം വയ്ക്കുകയും ഒരു ഹാർട്ട് പേഷ്യൻ്റൊക്കെയാണ് ഇച്ചിരൂടെ സൂക്ഷിച്ച് ഇരിക്കണ്ടേ? സാധനമില്ല, മരിക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നേ സാറേ. പിന്നെ അതുപോലെ ഞാൻ ഗൗരവമായിട്ട് ചോദിച്ചത് ഇത് കഴിഞ്ഞിട്ടൊന്ന് നിങ്ങളുടെ ഈ NRIസും അതുപോലെ ഇതുപോലുള്ള ഹെവി ഇൻഡസ്ട്രീസിലൊക്കെ ഉള്ളവർ ഞാൻ സാറിനെ ഒന്ന് കണ്ടോളാം. അല്ല വന്ന് ഇന്ന് തന്നെ കാണാം, സംസാരിക്കും ഇവിടെ തന്നെ. അതുപോലെ സാറേ ഗുജറാത്തിൽ നിന്നൊക്കെ കറണ്ട് വരുന്നത് എന്താ പാട്. റെയിൽവേ ലൈൻ ഇങ്ങനെ കിടക്കുകയല്ലേ, അതിലെ കൂടെ ഒന്നുകൂടെ വധിച്ചാൽ പോരെ? എത്ര വേണമെങ്കിലും വലിച്ചാൽ പോരെ? അല്ല അതുപോലെ ഗുജറാത്തിൽ ട്രെയിൻ പോകുന്നില്ലേ? അല്ല ഗ്രിഡിലെ ലൈനിലൂടെ കറണ്ട് വരുള്ളൂ കേട്ടോ. അല്ല അതിലെ കൂടെ ലൈൻ വലിക്കണം. കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ ചോദിച്ചാൽ പിന്നെ എന്തോ പ്രശ്നം. ഇവിടെ നരേന്ദ്രമോദിക്കും പിന്നെ നമ്മുടെ പിണറായി ചാപ്പനും വലിയ അടുപ്പമില്ല അത് തമ്മിൽ. അത് വലിച്ചാൽ മതി. ലൈൻ വലിച്ചാൽ കറണ്ട് വരുമല്ലോ. ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ പരിഹരിച്ചൂടെ? തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ വേറെ കാര്യമുണ്ട്. ഈ പോലീസുകാർ യൂണിഫോം ഇട്ട് പോലീസുകാരായിക്കോട്ടെ, ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരാവും. കൊല്ലത്തുള്ള എല്ലാ KSEBയിലെ ഉദ്യോഗസ്ഥർ എന്നെ നല്ലോണം അറിയാം. എൻ്റെ സ്നേഹിതന്മാരാണ്, എൻ്റെ സഹോദരന്മാരാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ KSEB തന്നെയല്ല, പല ഓഫീസുകളിലും അത് അധികാരം കയ്യിലെടുക്കുന്ന ഒരു പണിയുണ്ട്. പോലീസായിക്കളയുണ്ട്. അത് പാടില്ല. വിനയം വേണം. എനിക്ക് കൂടുതലായിട്ടും പറയാനില്ല സാറേ. ഇത് ഇങ്ങനെയുള്ള ചില കാര്യം മറ്റുള്ള എല്ലാം ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതെങ്കിൽ കൂടുതൽ സംസാരിക്കുകയല്ല. ഓക്കെ, താങ്ക് യു. A21 ശ്രീമതി ഇന്ദിര, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ.
ബഹുമാനപ്പെട്ട കമ്മീഷൻ, പ്രിയ ഉപഭോക്താക്കളെ, മുഖ്യമായിട്ടുള്ള പോയിന്റുകളാണ്, നമ്മളുടെ അഭിപ്രായങ്ങളിലെ പോയിന്റുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അത് റിപ്പോർട്ട് എഴുതി സമർപ്പിക്കാം എന്ന് അറിയിക്കുന്നു. KSEB മൾട്ടി ഇയർ താരിഫിൻ്റെ ഭാഗമായി 2022 ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിനാണ് ഞാൻ ഈ പൊതു തെളിവെടുപ്പിലേക്ക് പങ്കെടുത്തത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പൊതു ചന്തയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് സംഘടിത ശക്തിക്ക് മുമ്പിൽ പൊതുജനത്തിനെ കഴുതയാക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനം സംഘടിതമല്ല, യൂണിയൻകാർ സംഘടിതമായിട്ട് ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരെ പേടിപ്പെടുത്തുകയാണ്. പിന്നെ രണ്ടാമത്, ഇവരും സംഘടനയാണ്, പക്ഷേ ഇവർ പൊതുജന സംഘടനയല്ല, ജീവനക്കാരുടെ സംഘടനയാണ്. അവർക്ക് ഈ പറഞ്ഞത് KSEBയുടെ മാനേജ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് പ്രത്യേകിച്ചൊരു ഹിയറിംഗ് നടത്താം. പൊതുജനത്തിൻ്റെ ചിലവിലല്ല അവർ തെളിവെടുപ്പ് നടത്തേണ്ടത്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ പലരും വ്യായാമം നടത്തി വയറൊക്കെ ഉണ്ടാക്കി പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. ഈ മീറ്റിങ്ങിന് എന്ത് പ്ലാനിങ്ങാണുള്ളത്? എത്ര മണിക്ക്? 10:30 തുടങ്ങി. അറിയാമല്ലോ, കേൾക്കാനുള്ളവർ കേൾക്കട്ടെ. KSEB ചെയർമാൻ പറയാനുള്ളത് കേൾക്കണം, താല്പര്യമുള്ളവർ കേൾക്കട്ടെ. അവർക്കൊരു സ്ലോട്ട്, യൂണിയൻകാർക്ക് പറയാനൊക്കെ അവർക്ക് സ്ലോട്ട്, പൊതുജനത്തിന് പറയാൻ വേണ്ടി ഒരു സ്ലോട്ട്. പൊതുജനം കേൾക്കാനുള്ളവർ മാത്രം വന്നിരിക്കത്തില്ലേ? ഈ രീതിയിൽ കുത്തഴിഞ്ഞ രീതിയിലാണ് ഒരു പൊതു തെളിവെടുപ്പ് നടത്തുന്നത് എനിക്കറിഞ്ഞൂടാ. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ പ്ലാനിങ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ഒന്നും നടക്കില്ല. ഇനി KSEBയുടെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന തന്നെ രണ്ട്, ചിലർ TOD മീറ്റർ വേണമെന്ന് പറയുന്നു, ചിലർ സ്മാർട്ട് മീറ്റർ വേണമെന്ന്. ഏതാ നിങ്ങളാദ്യം തീരുമാനിക്കുക, എന്നിട്ട് ജനത്തിൻ്റെ പുറത്ത് കുതിര കയറ്. ഇനി 2-3 കാര്യം കൂടെ ഞാൻ പറഞ്ഞു കേട്ടെ. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കേരള റെഗുലേറ്ററി കമ്മീഷൻ്റെ ബാക്കി ജീവനക്കാർ വളരെ നല്ല രീതിയിൽ പെരുമാറി. സാറേ സംസാരിക്കാനുണ്ടോ ഇങ്ങടുത്ത് പോകണം, പക്ഷേ യാതൊരു ടൈം ടേബിളും ഇല്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു എപ്പോഴത് ലഞ്ച് ബ്രേക്ക് ഉണ്ടോ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചിട്ട് വരാം. അവർക്കറിയില്ല. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം, സാർ എന്തായാലും 3 മണിക്ക് ശേഷം വാ. ഞാൻ രണ്ടാമത് വന്നതാണ്. ഒരു ടൈം ടേബിൾ വെക്കുന്നതിനകത്ത് എന്താ പ്രശ്നം? KSEBക്ക് പറയാനുള്ളത് പറയട്ടെ, കേൾക്കാൻ താല്പര്യമുള്ളത് കേൾക്കട്ടെ, പക്ഷേ എല്ലാം പൊതുജനത്തിന് ചെലവിലാക്കരുത്. ഇനി അടുത്തൊരു കാര്യം പറയാം. ഇവിടെ KSEBയുടെ തന്നെ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്കൊരു ലോങ് ടൈം പവർ പർച്ചേസ് ഉണ്ടായിരുന്നു, ഭാഗ്യവശാലും നിർഭാഗ്യവശാലും നടന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റെഗുലേറ്ററി കമ്മീഷൻ ഡയറക്ഷൻ കൊടുത്തതിൻ്റെ പുറത്താണ് KSEB ക്യാൻസൽ ചെയ്തത്. നിങ്ങളത് പുനരുജ്ജീവിപ്പിക്കാൻ നടത്തി. അതായിരുന്നുവെങ്കിൽ ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കറണ്ടിന് യൂണിറ്റിന് എത്ര രൂപയായിരുന്നു? ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ടൈം പർച്ചേസിൽ വാങ്ങിക്കുന്നത് എത്ര രൂപ? നിങ്ങളുടെ തെറ്റ് പൊതുജനത്തിന് എന്തിനും ബലിയാടാക്കണം. റെഗുലേറ്ററി കമ്മീഷനുള്ള അങ്ങനത്തെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ ഒരു തീരുമാനം കാരണം കൂടിയ വിലയ്ക്ക് വെളിയിൽ നിന്ന് കറണ്ട് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് ലയബിലിറ്റി എടുക്കണം. സർക്കാർ നിയമപ്രകാരം ടെൻഡർ ചെയ്ത് അത് മാറ്റിവെച്ച് രണ്ടാമത് ടെൻഡർ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ടെൻഡർ ചെയ്ത ഉദ്യോഗസ്ഥനെ ലയബിലിറ്റി ആക്കും. എന്തുകൊണ്ട് റെഗുലേഷൻ കമ്മിറ്റി അംഗങ്ങൾക്ക് ബാധകമല്ല? നിങ്ങളുടെ പൊതുജനത്തിൻ്റെ പൈസ വാങ്ങിച്ചില്ലേ ചെയ്യണത്? ഞാനിത് ചോദിക്കുമ്പോൾ ഇതിന് മറുപടിയായി പറയണം, ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണോ നിങ്ങൾക്ക് റേറ്റ് ഡിവിഷൻ വേണ്ട? ഇവിടെ ഒരാൾ പറഞ്ഞ് 40 പൈസ ലാഭം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്തിനും നിങ്ങൾ റേറ്റ് കൂട്ടണം? ഇനി അടുത്ത കാര്യം പറയട്ടെ. സാധാരണക്കാരൻ ഒരു ടാക്സി ഡ്രൈവർ പോവുകയാണെങ്കിൽ അവൻ പെട്രോൾ വണ്ടി വാങ്ങിക്കും, ടാക്സി വണ്ടി ഡീസൽ വണ്ടി വാങ്ങിക്കും. അവന് ഓട്ടം കൂടുതലുണ്ടെങ്കിൽ ടാക്സി വാങ്ങിക്കും, അല്ലേ? ഇവിടെ KSEB അനവട്ടിൽ നിന്ന് എത്ര സോളാർ വെഹിക്കിൾ എടുത്തിട്ടുണ്ട്? ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു 110 കിലോമീറ്റർ സോളാർ വണ്ടി ഓടിയില്ലെങ്കിൽ അത് പ്രോഫിറ്റബിൾ അല്ല. വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ആഡിത്തം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാറുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ മെയിൻ്റനൻസിന് പോകുന്ന ജീപ്പോ അതോ വല്ലതും ആയിരുന്നെങ്കിൽ 2000, 3000, 4000 കിലോമീറ്റർ ഓടിയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലെങ്കിൽ ലാഭമാണ്. നിങ്ങൾ അത് പെട്രോൾ വണ്ടിയല്ല ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന് പ്ലാനിങ് ഇല്ല. ഇനി അടുത്തത്, പലരും അത് ശമ്പളം കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞു. 500 നേരത്തെ 560 900 ആയെന്ന് പറഞ്ഞു. ഇവിടെ ഫ്ലാറ്റുകൾ ഇഷ്ടം പോലെ വരുന്നില്ലേ? ഒറ്റ ഫ്ലാറ്റിൽ 100 കണക്ഷൻ വരില്ലേ? അപ്പോൾ ഒരു ലൈൻമാൻ 3000 ആക്കി എന്താ കുഴപ്പം? നടുപൊടിയുമോ? നിങ്ങൾ മാറണം, അല്ലെങ്കിൽ കാലം നിങ്ങളെ മാറ്റും. പിന്നെ കേരളം ഒരു ബനാന പബ്ലിക്കൊന്നുമല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. കേന്ദ്ര വൈദ്യുതി നിയമം കേരളത്തിന് ബാധകമാണ്.
സ്വകാര്യ വൈദ്യുതി വിതരണം നടത്തുന്നതിന് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു. നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ തൂത്തുമാറ്റപ്പെടും, ഒരു സംശയം വേണ്ട. ഇനി അടുത്തത് ശമ്പളം. ഒറ്റ കാര്യം KCOയിൽ വിളിക്കുകയാണ്. കേരള ഗവൺമെൻറ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ട്, KCB നടപ്പാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ കേരള ഗവൺമെൻറ്റിൻ്റെ ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൻ്റെ പുറത്ത് എത്ര പെർസെൻറ്റേജാണ് വ്യത്യാസമുള്ള കാര്യം KCB പുറത്തു വിടട്ടെ. നമ്മളെല്ലാം കേരളത്തിലല്ലേ ജീവിക്കുന്നത്, മഹാരാഷ്ട്രയിലും ബോംബെയിലൊന്നും അല്ലല്ലോ. ഇവിടെ ബാക്കിയുള്ളവർക്കില്ലാത്ത എന്ത് ചിലവാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളതെന്ന് പറയും. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം, പാറശാല തൊട്ട് കാസർഗോഡ് വരെയുള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ കിടക്കുന്നത് KCB മാത്രമാണ്. എന്നിട്ട് നിങ്ങൾക്ക് DA വേണം പോലും. സംസ്ഥാന കമ്മിറ്റിനൊക്കെ എത്ര ശതമാനം DA പെൻഡിങ് ആണ്. അതിനകത്ത് ആർക്കുമില്ല. നിങ്ങൾക്ക് ശമ്പളം കുറയ്ക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ കൂടുതൽ ചോദിക്കുമ്പോൾ അതിന് മര്യാദ വേണം. തൊട്ടടുത്തോളം പട്ടിണി കിടക്കുമ്പം നിങ്ങൾ ലക്ഷറി ജീവിക്കാമെന്ന് കരുതരുത്. അങ്ങനെ കരുതുന്നിടത്താണ് നിങ്ങൾക്ക് തെറ്റ് വരുന്നത്. പിന്നെ രണ്ടാമത് ഇവിടെ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തിക്കൊള്ളു, അതേ സമയം എടുക്കത്തില്ല. സാറേ അതിനകത്തും പക്ഷപാതം കാണിക്കരുത്. സാറ് ചിലർക്ക് 15 മിനിറ്റ്, ചിലർക്ക് 5 മിനിറ്റ്. സാർ പക്ഷപാതം ശരിയല്ല. സാർ വേദിയിലിരിക്കുമ്പോൾ മുഖത്ത് നോക്കി പറയേണ്ടത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇടപെട്ടത്. ഓക്കെ സോറി, ഞാൻ വേണ്ട കേൾക്കണ്ടാണ്, ഞാൻ നിർത്തി. ഓക്കെ, താങ്ക് യു. ടോക്കൺ B22 ഡോക്ടർ റോയ്. B